എന്റെ ഉണ്ണിയാർച്ച എത്ര നാളായി നമ്മൾ ഈ കടപ്പുറത്ത് മീൻ കച്ചവടത്തിന് വന്നിട്ട്? ഈ മീനെ എന്ന് പറയാണ്ട് ആരെങ്കിലും വന്നു നിന്ന് പോകണ്ടോണ്ടാ? ഉണ്ട്, ഒരു കൂട്ടം ഈച്ച. അല്ലാതെ ആര് വന്നു നിന്ന് പോവാനാണ്? രാവിലെ കാലത്ത് കൈനീട്ടം പോലും കിട്ടിയിട്ടില്ല. കൈനീട്ടം ഞാൻ നിനക്ക് വിഷുവിന് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് വന്നേച്ചാ. അച്ഛൻ എന്നെ കാലത്ത് ആക്കുവാണ്. ഇത് ഞാനല്ലേ നിന്നെ കാലത്ത് കൊണ്ടൊന്നും ഇവിടെ ആക്കിയത്, വേറെ ആരും ആക്കനാ? അല്ലേ? ചെമ്മീനും പൂമീനും നെയ്മീനുമായി നാടായ വീടെല്ലാം കേറിയിറങ്ങി, നാണം കെട്ടു ചമ്മിപ്പോരുവാണേ, ചന്തു ചതിച്ച ചതിയാണാർച്ചേ. അർച്ചക്കുഞ്ഞേ, നമ്മുടെ നെയ്മീനും ഭൂമീനും ഒന്നും ആർക്കും ഇപ്പൊ വേണ്ട, എല്ലാരും ആട്ടി ഓടിക്കുക, പട്ടി കഴിച്ചിടുവാ ഇപ്പൊ. മനസ്സിലായി. നമ്മുടെ ഈ കടയുടെ ചൊവ്വാദോഷത്തിന് കാരണം, പേര് ദോഷത്തിന് കാരണം ആ ചതിയൻ ചന്തുവാണ്. നമ്മുടെ കടക്ക് 8ന്റെ പണി തന്നിട്ട് 18 കടകളുടെ അധിപനായി അവൻ വാഴുകയാണ്. എന്താ കടലിൽ പണിക്ക് പോകാൻ പാടില്ല. നാണം കിട്ടും നാറുവാ. ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് തൊലി ഉരിഞ്ഞു പോണു. വാണത്തിലേക്ക് വരെ മൈലത്തല വെക്കാൻ നടക്കുവാനുള്ള നാരികളെ എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നു. എന്താണ് ഇതിന് കാരണം? പറയൂ അമ്മേ, പറയൂ പറയൂ അമ്മേ, പറയൂ പറയൂ, എന്താണ് ഇതിന് കാരണം? അതുകൊള്ള ചില്ലറയുടെ കച്ചവടം നടക്കണമെന്നുണ്ടുള്ള ചില്ലറെല്ലാം പൂത്തി വെച്ചേക്കുവല്ലേ മക്കളെ? ഇനി അമ്മ അത് മറച്ചു വെക്കുന്നില്ല. എന്നോട് മറച്ചു വെക്കാൻ എന്തോ കാര്യം ഇരിക്കുന്നു. മറച്ചു വെക്കുന്നില്ല. ആ രഹസ്യം ഇന്ന് നിങ്ങൾ അറിയണം. പറയരുത് ഉണ്ണിയാർച്ച, അത് പറയരുതും. പറയൂ വച്ചാ ഞാൻ പറയും. പറയരുത് ഉണ്ണിയാർച്ച, അത് പറയരുത്. ഇന്ന് എനിക്ക് പറയണം. ഉണ്ണിയാർച്ച, അത് പറയരുത്, അത് പറയരുതും. എന്താ പറഞ്ഞാൽ? ഞാനും കൂടി എന്തെങ്കിലുമൊക്കെ പറയട്ടെ, നീ മാത്രം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതായത് ഒരു കാലത്താണ് വൈകിട്ടാണ് പറ. കാലത്തല്ലേ കച്ചവടം നടക്കണം. ഈ തട്ടുകട ഇഷ്ടം പോലെ ആൾക്കാർ മീൻ മേടിക്കാൻ വന്നിരുന്ന ഈ ചന്തു ചതിച്ചതിന് ശേഷം ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞില്ല. വാളത്തല ചോദിക്കാൻ ചെന്നവന് അയിലത്തല കൊടുത്ത് പറ്റിച്ചവനാണ് ഈ ചന്തു. പിന്നെ ഐസ് മേടിക്കാൻ കാശ് കൊടുത്ത് വിട്ട് അന്നേരത്തേക്ക് അവൻ അമോണിയ കൊണ്ടുവന്ന് അടിച്ച് അമോണിയുള്ള മീൻ കൊടുത്ത് അങ്ങനെ ചതിച്ചവനാണ് ഈ ചന്തു. എന്നിട്ട് എവിടെ ആ ചതിയൻ ചന്തി? പുറകിലേക്ക് നോക്ക്. ആ ചതിയനായ ചന്തു എവിടെ? അതാണ് ഞാൻ പറഞ്ഞ പുറകിലേക്ക് നോക്കാൻ. അത് ആദ്യം പറഞ്ഞപ്പോ ഒന്ന് തെറ്റി, ഇപ്പൊ തെറ്റിയൊന്നുമില്ല, ഇപ്പൊ കറക്റ്റ് ആയിട്ടാ ഞാൻ ചോദിച്ചു. അതല്ലെന്ന് കുറച്ചു നാൾ പുറകിലേക്ക് പോകുന്ന ഒരു പഴയ കഥയാണത്. പറഞ്ഞു കൊടുക്ക് മക്കളെ. ഇന്ന് അവൻ അങ്ങ് വടക്ക് അറിയപ്പെടുന്ന ഒരു കടപ്പുറത്ത് 18 കടകൾക്കും അധിപനായി വാഴുകയാണ്. കണ്ണപ്പനുണ്ണി, എന്തായാലും അമ്മ പേടിക്കണ്ട, ഞങ്ങൾ അവന്റെ തല ഇവിടെ കൊണ്ടുവരും. ഞാൻ കൊണ്ടുവരും. അതെ, ഞാൻ അവന്റെ തല ഇവിടെ കൊണ്ടുവരും. ചന്തുനാകെ ഒരു തലയുള്ളൂ, പിന്നെ ഇവിടുന്ന് 2 തല. അത് വെച്ചോണ്ട് കൈ കുഴയുമല്ലോ, ബാക്കി ഞാൻ മേടിച്ചു വെക്കും. അവരെ പറഞ്ഞയക്കരുത്. അവര് പോണേ പോയിട്ട്. അച്ഛൻ അത്ര നിർബന്ധമാണെങ്കിൽ ശിഷ്യന്മാർക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ഒരു അടവ് ബാക്കിയില്ലേ? അത് മറ്റേ സഹകരണ ബാങ്കിന്റെ അല്ലേ? അല്ല, കുടുംബശ്രീയുടെ. എനിക്കറിയാം അമ്മ അടക്കണ. അതല്ലെന്ന് ഓലയിൽ എഴുതി പിടിപ്പിച്ചേക്കുന്ന ആ ഒരു അടവ്. അയ്യോ, ഞാൻ ആ കാര്യം പറഞ്ഞു, അതെടുത്തിട്ട് വരാം ഞാൻ. അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ചന്തുവിന്റെ ചതിയനായ ചന്തുവിന്റെ തല ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കും. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. അമ്മ ഞങ്ങൾ യുദ്ധത്തിന് പോകാൻ അനുവദിക്കണം. അമ്മ ഞങ്ങളെ അനുവദിക്കണം. ഹലോ, പണി മൊത്തം പാളി കേട്ടോ. ഇതിൽ എവിടെയാണ് എഴുതി വെച്ചിരിക്കണം നോക്കിട്ട് ഒരു പിടിയും കിട്ടണില്ല. നീ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇവിടുന്ന്? അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അല്ല, നമുക്ക് നല്ല യുദ്ധം ചെയ്യാൻ പറ്റിയ തെരണ്ടി വാല് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ വാള് കൊണ്ട് ഞങ്ങൾ പയറ്റിക്കോളാം. ചന്തുവിന്റെ തലയെ കൊണ്ട് ഇവിടെ വരും. അവൻ ചതിയനാണ്. ചതിയിലൂടെ നിങ്ങളെ അവൻ കീഴ്പ്പെടുത്തും. അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. എന്തായാലും ഞങ്ങൾ ചന്തുവിന്റെ തലയുമായിട്ട് ഇങ്ങോട്ട് കയറി വരൂ. അമ്മാവാ, ഞങ്ങളെ അനുഗ്രഹിക്കൂ. അമ്മാവാ, പോയി വരൂ മക്കളെ, പോയി വരൂ മക്കളെ, പോയി വരൂ. അമ്മാവന്റെ എല്ലാ അനുഗ്രഹവും മക്കളെ അനുഗ്രഹിച്ചു. സൂക്ഷിക്കണേ മക്കളെ. മക്കളെ പേടിപ്പിച്ചു. ആ 2 മക്കളും ചാകുവാനായി ചന്തുന്റെ അടുത്തേക്കു തള്ളിവിട്ട. ഇതെന്ത് പാട്ടാണത്? ഇങ്ങനെയാണോ പാട്ട് പാടുന്നത്? താളമില്ലേ? ഇത് എന്ത് താളമാണത്? പണ്ട് SP പിള്ളി ഈ പാണം ചെയ്തപ്പോ യേശുദാസം ഉണ്ടായിരുന്നു പാടിക്കൊടുക്കാൻ. ഇപ്പൊ ഞാൻ തന്നെ പാടണം, അപ്പൊ താളമൊക്കെ ചെറുതായിട്ട് തെറ്റും. മീൻ മേടിച്ച നല്ല പെടക്കണ മീനെ 400 രൂപ, 300, 200 കൊട്, പോട്ടെ 50 കൊട്. ആ നീ ആള് കൊള്ളാവല്ല, 50 രൂപയ്ക്ക് മീൻ മേടിച്ച് തിന്നാൻ വന്നേക്കുവാണ്. നിനക്ക് ഞാൻ ഈ മീൻ അങ്ങോട്ട് തരാം. നീ വീട്ടിൽ കൊണ്ടുവച്ച് ഇത് കറി വെച്ച് തിന്നാലുണ്ടല്ല, നിന്റെ വയറ്റിലെ വരെ നിന്നെ പ്രാഗം. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ ഈ മീൻ അങ്ങ് വെച്ചാച്ചിട്ട് പോ. ചെമ്മീനുണ്ടോ? ഇല്ല. ഭൂമീനോ? ആ ഇല്ല. നെയ്മീനുണ്ടോ? ഇല്ല.
അപ്പൊ മൊയ്തീനുണ്ടോ? അയ്യാ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങോട്ട് പോട്ടെ പോയേ ഉള്ളൂ. ആണ്. ആ മീമേടെ വേണ്ട 400. അല്ല നിങ്ങളാരാണ്? അല്ല എന്താണ് ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ലല്ല? തല വേണം, തല വേണം. അയ്യോ ചൂര തല വന്ന് ഇപ്പൊ അങ്ങോട്ട് തീർന്നേ ഉള്ളൂ. ചൂരത്തലയല്ല, ഞങ്ങൾക്ക് ചന്തുവിന്റെ തല വേണം. അയ്യോ അങ്ങനെ ഒരു മീനുണ്ടാ? അത് ഇന്നേ വരെ എനിക്ക് കിട്ടിയിട്ടില്ലല്ല. കോമഡി പറയാതെ പെണ്ണുങ്ങളെ ചന്തുവിനെ ഇറക്കി വിളി. അയ്യോ ഞങ്ങളുടെ അമ്മയെ പറ്റിച്ച് 18 മീൻകടയിൽ നടത്തി ഇവിടെ ഒളിവിൽ താമസിക്കുന്ന ആ ചതിയൻ ചന്തുവില്ലേ, അവനെ വിളിക്കിങ്ങട്. ഈ തെരണ്ടി വാളിന് അടിച്ചവനെ കറന്ന് ഞങ്ങൾ പോയിക്കും. ആരാ കുട്ടിമാളു അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ആ, എന്റെ കുഞ്ഞുങ്ങളെ വാടല്ലേ ദാ വരണ നിങ്ങൾ ചോദിച്ച ചന്തു. ആ ആരാ മനസ്സിലായില്ല? ഞാൻ ഉണ്ണിയാർച്ചയുടെ മകൻ ആരോമൽ ഉണ്ണി. ഞാൻ ആരോ മത്സ്യകരുടെ മകൻ കണ്ണപ്പനുണ്ണി. എനിക്ക് പിറക്കാതെ പോയ മോനാണല്ലോടാ നീ. എന്താ വന്നതിന്റെ കാര്യം? ഞങ്ങൾക്ക് പണ്ട് നടന്നൊരു കഥ പറയാനുണ്ട്. ഞണ്ട് നടന്ന കഥ കടപ്പുറത്തൊന്നും പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ഡെയിലി കാണുന്നതല്ലേ ഞണ്ട് എങ്ങനെയാ നടക്കുന്നത്? ഇങ്ങനല്ലേ ഞണ്ട് നടക്കുന്നത്? അതല്ല, പിന്നെ ഞങ്ങളുടെ അമ്മാവനെ അപ്പൂപ്പനെയും പറ്റിച്ച് ഞങ്ങളുടെ അമ്മയെ പറ്റിച്ച് നിങ്ങൾ 18 മീൻകട തുടങ്ങിയില്ലേ? ചതിയനായ ചന്തു അതിന് നിങ്ങളുടെ തലയെടുക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. ആ ചതിയ ചന്തുവിന്റെ കഥയല്ലേ? അതെ. വാളത്തല ചോദിച്ചപ്പോൾ അയലത്തല കൊടുത്ത് നാട്ടുകാരെ പറ്റിച്ചവൻ ചന്തു. ഒരു വിശേഷ ദിവസം ഐസ് മേടിക്കാൻ തന്ന കാശിന് അമോണിയം മേടിച്ച് മീൻ ചാത്ത് വിരട്ടി നാട്ടുകാരുടെ വയറിളക്കിയവൻ ചന്തു. വിറകൊണ്ട പാതിരാക്ക് കൊമരകങ്കായൽ നീന്തി കയറി കുഞ്ഞിരാമന്റെ ചീരവലയിൽ നിന്നും മീൻ മോഷ്ടിച്ച് കട്ടി വിറ്റവൻ ചന്തു. പിന്നെയും എന്തൊക്കെ പാടി നടപ്പുണ്ട്. ആ പാടൻ MAT നിങ്ങളുടെ നാട്ടിൽ കൂടെ ആരും അതിനുണ്ടേ. നിങ്ങൾ കേട്ടതല്ല ശരിയാണ്, തെറ്റുമാണ്. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തലയും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ തല ഞാൻ എടുക്കും. അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. നോക്കി നിൽക്കാതെ വാളം കൊണ്ട് പൈറ്റിറങ്ങി ചന്തു. വാളല്ലടാ, തെരട്ടി വാലാണ് അവനത്. തെരട്ടി വാലാണ് ഈ പൊട്ടിയ. അഖിലേ, അഖിലേ, അമ്മ വഴക്കുറയുന്നു. ഇതെന്നാ വിളിയോ? അടിക്കല്ലേ മാമ, അടിക്കല്ലേ. ഇപ്പൊ മനസ്സിലായില്ലേ? അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ലെന്ന്. മടങ്ങിപ്പോകൂ, മടങ്ങിപ്പോകാൻ. മടങ്ങിപ്പോകാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങളുടെ അപ്പൂപ്പൻ പഠിപ്പിച്ച 18ാമത്തെ അടവുമായിട്ട് ഈ തെരണ്ടി വാളിന് ഞങ്ങൾ അതൊരു പ്രയോഗം ഉണ്ട്. അത് നിങ്ങൾ പ്രയോഗിച്ചിട്ടില്ല. നിന്റെ തലയും കൊണ്ട് ഞങ്ങൾ പോവുള്ളൂ. എന്റെ പൊന്നു മക്കളെ നീ വന്നേ. നിങ്ങളിപ്പോ എന്റെ തലയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെ പോകുന്ന വഴിക്ക് പോലീസ് പിടിക്കും. പോലീസ് പിടിച്ചാൽ നിങ്ങൾ അകത്താകും. ജീവിതകാലം മുഴുവൻ നിങ്ങൾ സെൻട്രൽ ജയിലിൽ കിടക്കും. ശരിക്കും അപ്പം നിങ്ങളെ ചതിച്ചത് ഉണ്ണിയാർച്ചയാണോ അതോ ഞാനാണോ? ആരാണ് നിങ്ങളെ ചതിച്ചത്? ശരിയാണല്ലോ. അപ്പൊ നമ്മളെ അമ്മ പറഞ്ഞു വിട്ട് നമ്മളെ ജയിലിലാക്കാനുള്ള പരിപാടിയാണല്ലോ. പക്ഷെ തലയില്ലാതെ എങ്ങനെ നാട്ടിലേക്ക് ചെല്ലും? നമ്മൾ ആണുങ്ങളാടാ. അതെ. കണ്ണപ്പനുണ്ണി, ആരോമലുണ്ണി, നമ്മൾ ആണുങ്ങളാടാ. നമ്മൾ തല കൊണ്ടിയല്ല എന്ന് പറഞ്ഞാൽ തല കൊണ്ടിയല്ലും ചെന്നിരിക്കും. അമ്മയുടെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടെങ്കിലും ഇതൊരു പ്രശ്നമല്ല. അതെ ചേട്ടാ, ഞങ്ങൾക്ക് തല വേണം. അമ്മ ചതിക്കല്ലേ. ഞങ്ങൾക്ക് തലയില്ലാതെ വീട്ടിൽ ചെല്ലാൻ പറ്റൂല. ഞങ്ങൾ വാക്ക് പറഞ്ഞിട്ട് പോകുന്നതാണ്. പ്ലീസ് കാല് പിടിക്കാം. ഞങ്ങൾക്ക് ചന്തുവിന്റെ തല വേണം, തല വേണം പ്ലീസ്. തല വേണം. തലയാണ് പ്രശ്നം. നിങ്ങൾക്ക് തല തന്നു കഴിഞ്ഞാൽ നിങ്ങൾ മേലിൽ ഇങ്ങോട്ട് വരുമോ? വരൂല. അതുവഴിയൊക്കെ പോകത്തില്ലേ? പോ. മേലിൽ എന്നെ ശല്യം ചെയ്യാൻ വരത്തില്ലോ? ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് ഞാൻ തല തരാം. തല തരാത്. തല തരാന്ന്. ഇങ്ങനെ എന്ത് നല്ല മനുഷ്യനാണല്ലേ. അതന്നെ. നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം, നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പാവം വെട്ടി കണ്ടിച്ചെടുക്കാതെ നമുക്ക്. ആരോമലല്ലേ ഇന്ന തല നല്ല കൊടമ്പുളി ഇട്ട് നല്ല ഉള്ളിയൊക്കെ വഴറ്റി നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല പച്ചമുളക് ഇട്ട് കടി വറുത്ത് ഉണ്ണിയാർച്ചമേ നിങ്ങളും തിന്നോ വയറ് നിറച്ച്. ഇതെന്തോന്ന് തല? ഇതാണ് ഒരു വടക്കൻ മീൻതല. മാമ